ഉപ്പിന്റെ പ്രശ്നം BP കൂട്ടുക എന്നുള്ളത് മാത്രമല്ല, അത് നമ്മുടെ ഹൃദയത്തിന്റെ മാംസപേശികളുടെ പ്രവർത്തനത്തിന് ഒരുപാട് ബാധിക്കുന്നുണ്ട്. അതുപോലെ നമ്മുടെ രക്തക്കുഴലുകളെ ഒരുപാട് കേടുവരുത്തുന്നുണ്ട്. എത്രത്തോളം എന്ന് വെച്ചാൽ പല ആളുകൾക്കും ഹാർട്ട് ഫെയിലിയറിലേക്ക് വരെ നയിക്കാൻ ഉപ്പ് ഒരു കാരണമായേക്കാം. BP നോർമൽ ആണെങ്കിൽ പോലും. ഇതെങ്ങനെയെന്നുള്ളത് നമുക്ക് നോക്കിയാലോ. ഭൂരിപക്ഷം ആളുകളും ചിന്തിക്കുന്നത് എന്താണ്, എനിക്ക് BP ഇല്ല, എൻ്റെ BP നോർമലാണ്, അതുകൊണ്ട് ഉപ്പിനെ ഞാൻ അത്ര കാര്യമാക്കേണ്ട ആവശ്യമില്ല, എനിക്ക് ഉപ്പ് എത്രയും കഴിക്കാന്നുള്ളതാണ്. ഇത് തീർച്ചയായിട്ടും തെറ്റാണ്. പഠനങ്ങൾ കാണിക്കുന്നത് BP നോർമൽ ആയിട്ടുള്ള ആളുകളിൽ പോലും ഹൃദയത്തിന് പ്രശ്നങ്ങൾ ഉണ്ടാക്കാനും രക്തക്കുഴലുകളുടെ കട്ടി കൂട്ടാനും ഹൃദയത്തിന്റെ മാംസപേശികളെ കട്ടി കൂടാനും രക്തക്കുഴലുകളിൽ നീർക്കെട്ടുണ്ടാക്കാനും ഉപ്പ് ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു എന്നുള്ളതാണ്. നിങ്ങൾക്ക് പുറമേക്ക് ഒരു ലക്ഷണം കാണില്ല, പക്ഷേ അകത്ത് നിങ്ങളുടെ ഹൃദയത്തിനും രക്തക്കുഴലുകൾക്കും ഒരുപാട് ഡാമേജ് സംഭവിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഉപ്പ് കാരണം ശരീരത്തിനകത്തെ ബ്ലഡിന്റെ അളവ് കൂടുകയാണ്. ഇതെന്തുകൊണ്ടാണ്? കിഡ്നി വെള്ളം കൂടുതലായിട്ട് ഹോൾഡ് ചെയ്യാൻ ശ്രമിക്കുകയാണ് ഉപ്പിനെ ഡൈല്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. സ്വാഭാവികമായിട്ടും ബ്ലഡിന്റെ അളവ് കൂട്ടേണ്ടതായിട്ട് വരും. ബ്ലഡിന്റെ അളവ് കൂടുമ്പോൾ എന്ത് സംഭവിക്കും? രക്തക്കുഴലുകൾക്കകത്ത് കൂടുതൽ പ്രഷർ സംഭവിക്കുകയാണ്. അങ്ങനെ പതുക്കെ പതുക്കെ രക്തക്കുഴലിനകത്തുള്ള ഒരു തൊലിയുണ്ട്, എൻഡോത്തീലിയം എന്ന് പറയും. ഈ തൊലിക്ക് കേടുവരികയാണ്. ഇതിന് എൻഡോത്തീലിയൽ ഡിസ്ഫങ്ഷൻ എന്ന് പറയും. ഇത് കാരണം പതുക്കെ രക്തക്കുഴലുകൾ സ്റ്റിഫായിട്ട് വരികയാണ്. രക്തക്കുഴലുകൾക്കകത്ത് പ്ലാക്ക് എന്ന് പറയുന്ന ഒരു പാളി ഉണ്ടായിട്ട് വരികയാണ്. ഇതെല്ലാം കാരണം ഹൃദയത്തിന് കൂടുതൽ സ്ട്രെയിൻ വരുന്നുണ്ട്, കൂടുതൽ ശക്തിയിൽ പമ്പ് ചെയ്യേണ്ടി വരികയാണ്. അപ്പോഴെന്ത് സംഭവിക്കും? ഹൃദയത്തിന്റെ മാംസപേശികൾ കട്ടി കൂടുന്നതായിട്ട് വരും. ഇതിനെ LV ഹൈപ്പർട്രോഫി എന്ന് പറയും. പതുക്കെ പതുക്കെ ഹൃദയത്തിന്റെ മാംസപേശികളുടെ ബലം കുറയുന്നു, ഹാർട്ട് ഫെയിലിയർ വരെ സംഭവിക്കാനുള്ളൊരു സാധ്യതയുണ്ട്. ഇതെല്ലാം പതുക്കെ സംഭവിക്കുന്നതാണ്. ഉപ്പിന്റെ ഓവർലോഡ് കൊണ്ട് സംഭവിക്കാൻ സാധ്യത ഉള്ളതാണ്. ഇത് എല്ലാവർക്കും സംഭവിക്കണം എന്നില്ല, പക്ഷെ നമ്മൾ കരുതിയിരിക്കണം. ഇതിൽ ഏറ്റവും വലിയ ട്വിസ്റ്റ് എന്താണെന്ന് അറിയാം. നമ്മളെല്ലാവരും ഉപ്പ് കൂടുതൽ കഴിക്കുക എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് സ്പൂണിനകത്ത് ഉപ്പ് എടുത്തിട്ട് ഭക്ഷണത്തിലിടുന്ന അല്ലെങ്കിൽ കുക്കിങ്ങിന്റെ സമയത്ത് ഉപയോഗിക്കുന്ന ഉപ്പിനെ കുറിച്ചാണ്. അങ്ങനെയല്ല. 70% സോഡിയം നമ്മുടെ ഉള്ളിലേക്ക് എത്തുന്നത് ടേബിൾ സ്പൂണിലെ ഉപ്പ് വഴിയല്ല. ഭക്ഷണത്തിനകത്ത് ഇൻവിസിബിൾ ആയിട്ട് നമ്മൾ കാണാത്ത ഉപ്പാണ്. എന്ന് വെച്ചാൽ ബ്രെഡ് കഴിക്കുമ്പോൾ അതിൽ ഉപ്പുണ്ട്, നൂഡിൽസ് ഒരുപാട് ഉപ്പുണ്ട്, സോസ്, കെച്ചപ്പ്, ഇതിനകത്ത് ഒരുപാട് ഉപ്പുണ്ട്. ഇതൊന്നും നമ്മൾ പെട്ടെന്ന് കാണുന്നില്ല. എനിക്കൊരു പേഷ്യന്റ് ഉണ്ടായിരുന്നു, പുറമേ നിന്നുള്ള ഭക്ഷണം ഒരുപാട് കഴിക്കുന്ന ഒരാളായിരുന്നു. അയാൾക്ക് പതുക്കെ പതുക്കെ ഹൃദയത്തിന്റെ കട്ടി കൂടുന്നതായിട്ട് എക്കോയിൽ കാണുന്നുണ്ടായി. ഭക്ഷണക്രമത്തിലെ ചിട്ടകളാണ് ആ വ്യക്തിക്ക് വേണ്ടിയിരുന്നത്. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ നിർദ്ദേശപ്രകാരം ഒരു വ്യക്തിക്ക് മാക്സിമം 1 ടേബിൾ സ്പൂണിൽ കുറഞ്ഞ ഉപ്പ് മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. എന്ന് വെച്ചാൽ 5 ഗ്രാമിൽ കുറവ്. പക്ഷേ ഒരു ശരാശരി മലയാളി ഇതിൽ കൂടുതൽ ഉപ്പ് സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കുക്കിങ്ങിന്റെ സമയത്ത് നമ്മൾ ഓരോ മലയാളിയും വളരെയധികം കരുതേണ്ടതായിട്ടുണ്ട്. നമ്മളിൽ ഒരു വ്യക്തിയും ഉപ്പ് കാരണം ശരീരത്തിലെ രക്തക്കുഴലുകൾ കേടുവരുന്നത് അറിയുന്നില്ല. അതുപോലെ ഹൃദയത്തിന്റെ ഭിത്തികൾ കട്ടി കൂടുന്നത് അനുഭവപ്പെടുന്നില്ല. പക്ഷേ ഇത് പുറത്തേക്ക് വരുമ്പോഴേക്കും ഒരുപാട് വൈകിയിട്ടുണ്ടാവും. ഈ വീഡിയോ നിങ്ങൾക്കൊരു പുതിയ അറിവാണെങ്കിൽ ഷെയർ ചെയ്യാൻ മടിക്കരുത്.